പിന്നെയും എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി തന്നെയാണ്. അന്ന് തന്നെ പോയൊരു ഇതാണ്. ആ പാറയുടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കൊടുത്തിട്ട് പോയി. അപ്പം ഞാൻ ബാറ്ററിയൊക്കെ ചാർജ് ഉണ്ടായിരുന്നു, മെമ്മറി കാർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ പിന്നെ അതും കൂടെ ഒന്ന് പിടിച്ചേക്കാൻ നോക്കി. അങ്ങനെ യാത്ര അങ്ങനെ തുടർന്നേയിരുന്നു. അപ്പോൾ അന്ന് ഒരു ടീ ബ്രേക്കിനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മുടെ മലയോര മേഖലകളിലോട്ടൊക്കെയാണ് പോയത്. നമ്മൾ ഹണ്ടറിൽ തന്നെയാണ് പോയത് കേട്ടോ, യാത്രകളൊക്കെ. ആക്ച്വലി ഓരോ എന്താ വെച്ചാൽ നമ്മൾ ഓരോ ഇതും കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കും തോറും ഈ വണ്ടിയോടുള്ളൊരു ഇഷ്ടം കൂടിക്കൂടി വരുന്നുണ്ട്. കുറച്ച് സ്മൂത്തായിട്ട് വരുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം ആദ്യത്തേലൊക്കെ കുറച്ചും കൂടെ വണ്ടി ഭയങ്കര സ്മൂത്തായ പോലെ തോന്നുന്നു, നമുക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നു. ഈ വണ്ടിയോട് നമ്മളൊന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് കിലോമീറ്റർ ഇങ്ങനെ മുന്നോട്ട് കയറുമ്പോൾ ചെറിയ ടെൻഷൻ ആവും. 10,000 കിലോമീറ്റർ ആകാനായല്ലോ, അപ്പോൾ അടുത്ത സർവീസിന് പോകേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ അത് വേറെ വരുന്നുണ്ട്. എന്തായാലും കാലാവസ്ഥകളൊക്കെ അത്യാവശ്യം നല്ലതായതുകൊണ്ട്. പിന്നെ വെച്ചാൽ മലയോര ഹിൽ ഹൈവേ തന്നെയാണ് ഞാൻ കുറേ ഇങ്ങനെയുള്ള ചുമ്മാ റാൻഡം റൈഡ്സിനൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അത് വലിയ കുഴപ്പമില്ല, ഒരുപാട് തിരക്കൊന്നുമില്ല. കുന്നും മലയും ഇടയ്ക്ക് കുറച്ച് തോടുകളും ഒക്കെ കാണാം. പിന്നെ ഭക്ഷണവും കിട്ടും, അത്യാവശ്യം നല്ല ഭക്ഷണം കിട്ടും. കാരണം ചെറിയ ചെറിയ കടകളും തട്ടുകടകളും അങ്ങനെയുള്ള ചെറിയ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല ഭക്ഷണവും നല്ല വെള്ളമൊക്കെ കിട്ടും. അവിടെ ഒന്നും കുഴപ്പമില്ല, ഇങ്ങനെ യാത്ര ആസ്വദിച്ചുകൊണ്ട്. പിന്നെ വെച്ചാൽ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പം അതിൻ്റെ തണലെപ്പോഴും റോഡിലേക്ക് ഉണ്ടാകും കുറേ ഭാഗങ്ങൾ. അത് ഒരുപാട് വെയിലുകളൊന്നും നമുക്ക് അറിയേണ്ടി വരുന്നില്ല. ഈ മലയോര ഹൈവേ ഇപ്പം എന്താണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നല്ലേ തുടങ്ങണേ. അത് തുടങ്ങി നമ്മുടെ ചെറുപുഴ, ആലക്കോട് അങ്ങനെ വന്നിട്ട് ഇരിട്ടി, ഒരു സൈഡ് വയനാട്ടിലേക്ക് പോകുന്നു. അത് പിന്നെ വയനാട്ടിൽ നിന്ന് പിന്നെ വീണ്ടും നിലമ്പൂർ, ആ റൂട്ടിലേക്ക് വന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡായിട്ട് കിടക്കണം. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത്യാവശ്യം റോഡിൻ്റെ പണികളൊക്കെ കുറേയൊക്കെ തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നടുവിൽ ചമ്മന്തൊട്ടി റോഡിന് ശാപമോക്ഷം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് പണിയൊക്കെ തീർന്നു, ചെറിയൊരു ഭാഗമേ ഉള്ളൂ. ആ ചമ്മന്തൊട്ടി കയറുന്നിടത്ത് ആ പാലമുണ്ട്, പള്ളം പാലം. ഇടയ്ക്ക് വലിയ മഴ വന്നപ്പം അവിടെ പാലം പണിയാൻ വേണ്ടിയിട്ട് താഴെ മണ്ണിൽ ചാക്കിൻ്റെ അകത്ത് മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒഴുകിപ്പോയി, പാലം തന്നെ ഒഴുകിപ്പോയി. അതിനുശേഷം പിന്നെ അവരെന്തൊക്കെയോ ചെയ്ത് പാലമൊക്കെ താൽക്കാലികമായിട്ടാക്കി അത് റെഡിയാക്കിയതാണ്. പിന്നെയുള്ളത് നടുവിൽ ഭാഗത്തേക്കാണ്. ചെമ്മന്തൊട്ടി കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ കൂടെ റോഡ് നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നടുവിലേക്ക് പോകുമ്പം ഒരു 2 കിലോമീറ്റർ ആ കുന്നിൻ്റെ അടുത്ത് അവിടെ ഒന്നും പണിയായിട്ടില്ല. അവിടെ പിന്നെ കണ്ടവനം വെള്ളത്തിൻ്റെ ഉറവയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പം പിന്നെ പൊടി തുടങ്ങി, മഴ നിന്നപ്പം പൊടി തുടങ്ങി. അല്ലെങ്കിൽ ഈ ഒരു റോഡൊക്കെ ആണെങ്കിലും എൻ്റെ ഓർമ്മയിൽ തന്നെ ഒരു 15 വർഷത്തിന് മേലെയായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതായിരുന്നു. ഇപ്പോഴാണ് ഇതിനൊക്കെയൊരു ശാപമോക്ഷം കിട്ടി ഇത്രയെങ്കിലൊക്കെ ആയത്. അപ്പോൾ നമുക്കൊക്കെ യാത്ര ചെയ്യാനേ, അല്ലെങ്കിൽ ഒരുപാട് ദൂരം ചുറ്റി വളഞ്ഞൊക്കെ വരണം. ഇതൊന്ന് റെഡിയാകുകയാണെങ്കിൽ ഒരു 10 കിലോമീറ്ററോളം നമുക്ക് കുറവ് വരുന്നുണ്ട്. നമുക്കൊരു ആലപ്പുഴയിലെ കരുവഞ്ചാലൊക്കെ എത്താൻ വേണ്ടിയിട്ട് അത്രയും ഡിസ്റ്റൻസ്. ഇതിപ്പോൾ തന്നെ ഞാൻ പോകുന്നത് വേറെ റൂട്ടിൽ വളഞ്ഞു കയറിയിട്ടാണ് പോകുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ റോഡ് ഭയങ്കര മോശമാണ്. കുറച്ച് 2 കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ അത് ഭയങ്കര മോശമാണ്. ഇനിയിപ്പോൾ ഈ റോട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ പേടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടമാനം തെരുവുനായ്ക്കളുണ്ട്. രാത്രിയൊക്കെ വരുമ്പോൾ ഭയങ്കര പേടിയാണ്. 7 മണി കഴിയുമ്പോൾ കൂട്ടമായിട്ട് നിൽക്കും. എന്നിട്ട് വണ്ടിയുടെ നമ്മുടെ പുറകെ, ബൈക്കിൻ്റെ ഒക്കെ പുറകെ വരും. ഏതെങ്കിലും ഒന്നിനെ തട്ടിയാൽ മതി, നമ്മൾ നീട്ടുണ്ടെങ്കിൽ തീർന്നു. എല്ലാം കൂടെ കയറി പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഒക്കെ വൈകുന്നേരമൊക്കെ വരുമ്പോൾ ചില 1, 2 ഒന്നുമല്ല, 5, 8 എണ്ണൊക്കെയാണ് റോഡിൽ ഇങ്ങനെ നടുക്ക് കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സ്ഥിരം പോകുന്ന ഒരു 1, 2 വഴികളിൽ നിന്ന് മാറി വേറെ വഴികളിലൊക്കെ സഞ്ചരിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. കാരണം നിങ്ങളെ പേടിക്കണം. ഒന്നാമത്തത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങളൊക്കെ. കാരണം ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ വാദിക്കാനും അവരെ സംരക്ഷിക്കാനൊക്കെ ഒരുപാട് ആളുകളും സംഘടനകളൊക്കെ ഉണ്ട്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ പാലക്കയം പൈതൽമലയ്ക്കൊക്കെ പോകുന്ന റോഡുമായിട്ട് ജോയിനാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ചെമ്പേരി എന്നൊക്കെ വരുന്ന റോഡുമായിട്ടാണ് ജോയിൻ ആകുന്നത്. ഒരു ബ്രേക്ക് എടുക്കണം, ടൈമായിക്കൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പം ഒരു സ്ഥലമുണ്ട്, ഒരു തോട്ടിൻ്റെ കാര്യമുണ്ട്. അവിടെ നിർത്തി. അവിടെ പക്ഷേ ഒന്നുമില്ല കേട്ടോ, ചായക്കടകളും കാര്യങ്ങളൊന്നുമില്ല, വെള്ളം കുടിക്കാനൊന്നും കിട്ടില്ല. പക്ഷെ ചുമ്മാ അവിടെ നിർത്തി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് വണ്ടി ഒന്ന് തണുപ്പിക്കാമല്ലോ. സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടൊന്ന് തണുപ്പിക്കണം. അപ്പോൾ കുറച്ച് സമയമായി കണ്ടിന്യൂസ് ഓടിക്കുന്നുണ്ട്, 1 മണിക്കൂർ മേലെയായി. അപ്പോൾ അവിടെ നിർത്തി വണ്ടിയും തണുപ്പിച്ച് ഞാനും തണുക്കട്ടെ, വെള്ളമുണ്ട് കയ്യിൽ. എനിക്ക് തോന്നുന്നൊരു 3 മാസത്തിന് മുകളിലായിട്ടുണ്ട് ഇതുപോലെയൊരു ക്ലൈമറ്റ് കണ്ടിട്ട്. മഴയില്ലാതെ 2 ദിവസം ഒന്ന് മാറി നിന്നിട്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല, വെറുതെ ആ വണ്ടി ഓടിക്കാനുള്ള കൊതി അങ്ങ് തീർക്കുകയാണ്. അങ്ങനെ പോയതാണിത്.
പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഒന്നും ഒരു പ്രതീക്ഷകളോടും കൂടിയല്ല യൂട്യൂബൊക്കെ തുടങ്ങിയത്. ഒരു ചെറിയ 1 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങണത്. കുറച്ച് വർഷം മുന്നേ, 4 വർഷമായിട്ടുണ്ടാവും. പിന്നെ കുറേ നാൾ ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല. ഇപ്പം 1200 പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒരു 30-40 പേര് എൻ്റെ സ്ഥിരം വ്യൂവേഴ്സാണ്. അവർ ചോദിക്കും എന്താ ഒന്നും ഇടാത്തത്, എന്താ ഒന്നും ഇടാത്തത്. ആ ഒരു സപ്പോർട്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു ഇൻസ്പിറേഷൻ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന പലരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ അയച്ചു കൊടുത്താൽ തുറക്ക് പോലുമില്ല, അല്ലെങ്കിൽ ഒന്നും കാണണമെന്നൊന്നുമില്ല. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത പലരുമായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമുക്ക് സപ്പോർട്ട് തരുന്നത്. അതെനിക്ക് ശരിക്കും മനസ്സിലായത് ഞാൻ ഫ്യൂഷൻസ് ചെയ്യുമ്പം അത് ഫേസ്ബുക്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പം അതിന് വരുന്ന സപ്പോർട്ട്സും കമൻ്റ് എന്ന് പറയുന്നത് നമ്മളത്രയേറെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നവരൊന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ നമ്മളോട് എന്തെങ്കിലും ദേഷ്യമൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ടാവുക. സ്വന്തമാക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹിച്ച 2 കാര്യങ്ങളൊന്നായിരുന്നു ഒരു റോയൽ എൻഫീൽഡ്. അത് കയ്യിൽ വന്നു. ഇനി ഒരു സാധനം കൂടിയുണ്ട്, ഒരു ക്യാൻറ്റിനി വയലിൻ. അതും കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ കുറച്ച് നല്ല പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് വയലിനാണ്, മെയ്ഡ് ഇൻ ഇറ്റലിയാണ്. കുറച്ച് നല്ല സാധനമാണ്. അപ്പം നല്ല പ്രൊഫഷൻസൊക്കെ അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലേ, യമഹയുടെയൊക്കെ നല്ല വയലിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതും കൂടെ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒരു നാൾ അത് നേടാൻ പറ്റും. അതിലേക്കൊക്കെ ഉള്ളൊരു യാത്ര ശരിക്കും ഇവിടെ നിന്നൊക്കെ തന്നെയാണ് തുടങ്ങുന്നത്. നമ്മൾ ആഗ്രഹങ്ങൾ മൂടിക്കെട്ടിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഇപ്പം ക്യാമറയൊക്കെ ആയി, ബൈക്കായി, പക്ഷേ എനിക്കൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ഒരു റൈഡ് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള അതിങ്ങനെ മനസ്സിൽ പലപ്പോഴും വിചാരിച്ചിരുന്നിട്ടുണ്ട്. പിന്നീടാണ് വിചാരിച്ചത്, നമ്മളങ്ങനെ വിചാരിച്ചിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ലീവ് കിട്ടിയിട്ട് ഇത് പോക്കൊന്നും നടക്കില്ല, അല്ലെങ്കിൽ ലീവ് എടുത്തിട്ട് ഇത് ചെയ്യലും നടക്കില്ല. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്നൊരു ഭാഗ്യം പോലെ വന്ന് വീഴുന്ന ചാൻസുകൾ ഉണ്ടാകണം. അതല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങുക, 1 മണിക്കൂർ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, ആ 1 മണിക്കൂറിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന വീഡിയോസാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇപ്പോൾ അടുത്തായിട്ട് വന്നതൊക്കെ ഞാൻ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തൊരു 4 വീഡിയോയും അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തതാണ്. അല്ലാണ്ട് നമ്മളിത് അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത പ്ലാൻ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു നൈറ്റ് ഡ്രൈവ്, ഒരു 1 മണിക്കൂറിലെ 2 മണിക്കൂർ. അത് കുറച്ച് ടൗൺ ഏരിയകളിൽ ലൈറ്റുള്ളിടത്തൊക്കെ പോകണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും പിടിച്ചാൽ കിട്ടുകയുള്ളൂ. അത് ഇതുപോലത്തെ സ്ഥലങ്ങൾ പിടിച്ചാൽ ക്യാമറയിലൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റുള്ള ഒരു റൂട്ടിൽ ഒന്നടിക്കണം നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതും അധികം താമസിക്കാതെ. എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, പുള്ളി ഇപ്പം അയർലൻഡിലാണുള്ളത്. എനിക്കൊരു കാലത്ത് ഈ ബൈക്കിൽ റൈഡ് പോകുന്നതിനൊക്കെ ഒരുപാട് മോട്ടിവേഷൻ തന്നെ. ഞാൻ ശരിക്കും ഇൻസ്പയർഡ് ആയിട്ടുള്ളത്, പുള്ളി ഇങ്ങനെ ഒരുപാട് പോയിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടോ ഒന്നുമല്ല, പക്ഷെ പുള്ളി ഇങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ റൈഡ് പോകുന്നവരുടെ ആ ഒരു ഫീലും എക്സ്പീരിയൻസൊക്കെ പുള്ളി പോയതുപോലെ പറയുമായിരുന്നു. ഇടയ്ക്ക് 1-2 യാത്രകളൊക്കെ പോയിട്ടുണ്ട്. ബുള്ളറ്റിൽ തന്നെ 1-2 യാത്രകളൊക്കെ വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നൊക്കെ നാട്ടിലോട്ടൊക്കെ, കണ്ണൂർക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോണ കാലം അത്രയും പറയുമായിരുന്നു, നമുക്ക് പോകണം, എവിടെയെങ്കിലും ലോങ് പോകണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇപ്പം ആൾ അങ്ങ് ദൂരെയാണുള്ളത്. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. 1 വർഷം കഴിഞ്ഞ് വന്നാലും പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഒന്നിച്ച് യാത്രകളൊക്കെ. കാരണം എല്ലാവരും ഫാമിലിയായി, അതിൻ്റെ തിരക്കായി, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ എല്ലാവരും ഈ 10 ദിവസത്തേക്കും 15 ദിവസത്തേക്കും ലീവിന് വരുമ്പം 1-2 ദിവസം ഇങ്ങനെ ചിലവഴിക്കുക എന്ന് പറയുമ്പം അതൊരു പക്ഷേ ഫാമിലിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇവൻ ഞാനും പല കാര്യങ്ങൾക്കും ഇറങ്ങാത്തതും നമുക്കതിനിടയിൽ ഫാമിലി വരുന്നുണ്ട്. അപ്പം അവർക്ക് കഴിഞ്ഞ മാസം ബാംഗ്ലൂർ യാത്രയുണ്ടായിരുന്നു. അവിടെ വലിയ വിഷയങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് യാത്രകൾ ചെയ്യാതെ കുറയ്ക്കുന്നതല്ല, അതുപോലെ ചെയ്യാതെ ഇരിക്കുന്നത് ഈ ഒരു കാരണം. കേരളം വിട്ട് വിരാജ്പേട്ട വരെയും ഭയങ്കര മഴയായിരുന്നു. ആ മഴയുടെ കാഠിന്യം ഓർത്തിട്ടാണ്. പിന്നെ രാവിലെ പോയി അന്ന് രാത്രി തന്നെ തിരിച്ചു വരുന്ന ഒരു യാത്രയായിരുന്നു. ഒരു ദിവസം സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ പോവാം. പക്ഷെ നമ്മൾ അന്ന് തന്നെ തിരിച്ചു വരുന്ന യാത്രയായതുകൊണ്ട് പിന്നെ ഞാൻ റിസ്ക് എടുത്തില്ല. പിന്നെ വീട്ടിൽ നിന്നും എല്ലാവരും പറഞ്ഞു പോകണ്ട, ബസ്സിന് പോയാൽ മതി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ. പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ പോയത് കൂത്താട്ടുകുളം മുളന്തുരുത്തി പോയപ്പോഴായിരുന്നു. അത് നമ്മുടെ ഈ റോയൽ എൻഫീൽഡ് വന്ന് 1 മാസമായപ്പോഴാണ്. ഞാൻ ബൈക്കിനാണ് പോകുന്നതെന്ന് ആരോടും പറഞ്ഞൊന്നുമില്ല. ബാഗെല്ലാം പാക്ക് ചെയ്തു. 2:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് മാത്രം പറഞ്ഞു. ഇറങ്ങുമ്പം ഞാൻ ബസ്സിന് പോകും എന്നുള്ള മനസ്സുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്, അല്ലെങ്കിൽ ട്രെയിനിന് പോകുമെന്നുള്ള മനസ്സുകൊണ്ടാണ് ഇറങ്ങിയത്. കുറച്ച് ദൂരം ഓടിച്ചപ്പം വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്കിത് ബൈക്കിൽ എക്സ്പീരിയൻസ് ചെയ്തുകൂടാ. ഒരു പുതിയ വണ്ടി വന്നു, അതും റോയൽ എൻഫീൽഡ് വന്നു.
ഒരു ലോങ് പോയി കൂടാ. ഒരു വൺ സൈഡ് 350 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ ഒരു അന്ന് ബ്രേക്ക് തന്നെ എടുക്കാം. തിരിച്ചു വരണ്ട, ഞാൻ നെക്സ്റ്റ് ഡേ കൂടുതലായിട്ടൊന്നും വന്നാൽ മതി. പറയുന്നില്ല. അപ്പോൾ ആ ഒരു ഇത് സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ പാലക്കയം പോകാമല്ലോ തട്ടിൻ്റെ എന്ന് ഭാഗത്ത് കരുതി നിന്ന് വരുന്ന ഞാൻ ചെറിയ ബൈക്കിൽ തന്നെ തോടാണ്. പോവുകയാണ് ഒരു ചെയ്തത്. സൈഡ് പാലക്കയം തട്ട്, റൈറ്റ് പോയി കഴിഞ്ഞാൽ കുടിയാമല പൈതൽ മലയൊക്കെ പോവാം. ലെഫ്റ്റ് പോയാൽ തളിപ്പറമ്പ്, കണ്ണൂർ, ആലക്കോട്, കരുവഞ്ചാലൊക്കെ പോവാം. അതിനിടയിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കുറച്ച് നേരം ഇനി ഇവിടെ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാനും ഒരു ബ്രേക്ക് എടുക്കട്ടെ. ഇവിടെ നല്ല വെയിലാണെങ്കിലും മുകളിലോട്ട് നോക്കിയാൽ നല്ല മഞ്ഞാണ്. പക്ഷേ ഇത് ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആംഗിൾ കുറച്ച് താന്നു പോയി. കുറച്ചും കൂടെ പൊങ്ങിയിരുന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഹില്ല് നമുക്ക് ശരിക്കും കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെയാകുമ്പോൾ മഞ്ഞും കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അത്രയും ഡിസ്റ്റൻസിലാണുള്ളത്, അതുകൊണ്ട് നമുക്ക് അത്രയും വിസിബിളായിട്ട് കാണില്ല. നമുക്ക് നേരെ നോക്കുമ്പോൾ ആ മഞ്ഞ് ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള റൈറ്റായിരുന്നു പൈതൽ മലയ്ക്കും കുടിയാമലയ്ക്കും പോകുന്നത്. ഈ റോഡ് കയറി ചെല്ലുന്നിടത്ത്, ഈ വളവ് കഴിയുന്നിടത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരെയായിട്ട് ഒരു വെള്ളച്ചാട്ടം കാണും. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ കൂടെ തന്നെ ഒഴുകി വരുന്നതാണ്. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതിൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല, കാരണം അത് കുറേ ഉള്ളിലാണ്. പിന്നെ അങ്ങോട്ട് വഴികളൊന്നുമില്ല. പക്ഷെ ദൂരെ നിന്ന് കാണാൻ പറ്റും. ക്യാമറയിൽ കിട്ടുമോ എന്നറിയില്ല, പക്ഷെ നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ കാണാം. പിന്നെ ഭയങ്കര മഴ വരുന്ന സമയത്താണെങ്കിൽ നമുക്കത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം വെള്ളം കുറവാണ്, ചെറുതായിട്ട് മാത്രമേ കാണുള്ളൂ. അത് ഒരു നവംബർ ഡിസംബർ വരെയൊക്കെ മഴയുണ്ടെങ്കിൽ ആ വെള്ളം ഇങ്ങനെ പാറയിൽ കൂടെ പൊട്ടി ഒഴുകി വരുന്നത് കാണാൻ പറ്റുന്നതാണ്. അവിടെ ഏതായാലും ഒരു കുറച്ച് നേരം നിർത്തിയിടണം. ഇവിടെ നിന്ന് നോക്കിയാലാണ് വാട്ടർഫോൾസ് കാണാം. പക്ഷേ ഇപ്പം ഒരു സൈഡിലും മഞ്ഞുണ്ട്, പിന്നെ കാണുന്നില്ല, ക്യാമറയിൽ ഒട്ടും കാണുന്നില്ല. നേരെ നോക്കുമ്പം കുറച്ചെന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ട്. ഒരു ആനവണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ആനവണ്ടിയുടെ പടം പിടിക്കാം. നല്ല ചുമന്ന ആനവണ്ടി, പക്ഷെ വെള്ള വരുന്നതാണ് ഫ്രെയിമിൽ കാണാൻ നല്ലത്. റെഡിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ആ വൈറ്റ് വണ്ടി വരുമ്പോഴാണ്. ഒരുപാട് ഇത് നാഷണലൈസ്ഡ് റൂട്ടാണ് ഇപ്പം ഞാൻ നിൽക്കണത്. അതായത് കണ്ണൂർ കുടിയാമല പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടാവില്ല ഇവിടെ, KSRTC മാത്രമേ ഉള്ളൂ. ഒരു അരമണിക്കൂർ കൂടുമ്പം KSRTC കുടിയാമലേക്ക് പോകട്ടെ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പൈതൽ മലയിലേക്കൊക്കെ പോകണമെങ്കിൽ, അതായത് പാലക്കയം തട്ടിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ജീപ്പ് സർവീസ് അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് ഭാഗങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ ഓട്ടോ കിട്ടും, പക്ഷേ ഓട്ടോയൊന്നും അങ്ങ് മേലെ വരെ പോവില്ല. പിന്നെ പൈതൽ മലയുടെ ഏതാണ്ട് താഴ്ഭാഗം വരെ
കുറച്ച് 1-2 KSRTC സർവീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പാലക്കയം കുടിയാമല രാവിലെ എല്ലാ ദിവസവും ഒരു ചങ്ങനാശ്ശേരി കുടിയാമല ഒരു സൂപ്പർ ഫാസ്റ്റ് പോകുന്നുണ്ട്. പിന്നെ കുടിയാമലയിൽ നിന്നാണെങ്കിൽ കോട്ടയം പാലായ്ക്ക് ബസ്സുണ്ട്. രാവിലെയും ഒന്നുണ്ട്, രാത്രിയും ഒന്നുണ്ട്. അങ്ങനെ കുറച്ചേറെ വണ്ടികളൊക്കെ ഉണ്ട്. ഈ സ്ഥലത്തുനിന്ന് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാലും പാലക്കയം തട്ടിന് പോകാം. പക്ഷേ നമ്മുടെ വണ്ടി പോവില്ല. 4x4 ജീപ്പുകളിലൊക്കെയാണ് അത് ഇവിടുന്ന് പോവുക. ഞാൻ ഈ ബൈക്കിന് ഏറ്റവും കൂടുതൽ പെട്രോൾ അടിച്ചിട്ടുള്ള പമ്പാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. മിക്കവാറും വൈകുന്നേരങ്ങളിലാണ് അടിക്കാറ്. ഞാൻ ജോലിക്ക് പോകുന്ന റൂട്ടും ഇത് തന്നെയാണ്. അതുകൊണ്ട് തിരിച്ചു വരുമ്പോഴാണ് 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് എണ്ണ അടിക്കുക. ഞാനങ്ങനെ ഫുൾ ടാങ്ക് നെക്ക് ടു നെക്ക് ചെയ്യാറില്ല. ഒരു തവണയും വണ്ടിക്ക് ചെയ്തിട്ടുള്ളൂ, മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 തവണ ചെയ്തിട്ടുണ്ട് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ തവണ ഞാൻ അത് എറണാകുളം പോയപ്പോഴായിരുന്നു ഒന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് 51ഓളം കിട്ടി. അത് ടെസ്റ്റ് ചെയ്ത സ്ഥലം രാമനാട്ടുകരയിൽ നിന്ന് കുറ്റിപ്പുറം വഴിയുള്ള റൂട്ടിലായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അത് നല്ല റോഡായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ചെയ്തത്. തിരിച്ചു വന്നപ്പോൾ ഞാൻ കാലടി തൊട്ട് ചാലക്കുടി വരെയാണ് തിരിച്ചു വന്നപ്പോൾ ടെസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ടാങ്ക് ടു ടാങ്ക് ചെയ്തിട്ടാണ് നോക്കിയത്. തിരിച്ചുള്ള യാത്രയിൽ എനിക്ക് കുറച്ച് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു 47 വരെ നെക്ക് ടു നെക്ക് അടിച്ചിട്ട് കിട്ടി. അത് 100% ആക്യുറേറ്റ് ആയിരിക്കില്ല, എന്നാലും ഒരു 90% അല്ലെങ്കിൽ 85% മിനിമം പറയാം. 52 എനിക്ക് നെക്ക് ടു നെക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 48 എന്തായാലും കിട്ടിയിട്ടുണ്ടാണ്. കാരണം ഞാൻ ഒരുപാട് ലിറ്റർ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മൈലേജ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വളരെ സൂക്ഷിച്ചു പതുക്കെ, അങ്ങനെ ഓവർടേക്ക് ഒന്നും അധികം ചെയ്യാതെ, അനാവശ്യ റേസിങ്ങുകളൊന്നും കൊടുക്കാതെ 60-65 മാക്സിമം സ്പീഡായിട്ട്. ഈ വണ്ടിക്ക് അല്ലെങ്കിൽ എനിക്ക് തോന്നി ഒരു 80ഒക്കെയാണ് ഇതിൻ്റെ സീറ്റ് സ്പോട്ട്. അതിൻ്റെ മുകളിൽ 90ഒക്കെ കയറുമ്പോഴേക്കും വണ്ടി ശരിക്കും എടുത്ത് കുടയുന്നുണ്ട്, നല്ല വൈബ്രേഷൻ വരുന്നുണ്ട്. ഒരു 65 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്ന സ്പീഡാണ്. പിന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആവറേജ് എന്ന് പറയുന്നത് 55-60 റേഞ്ചാണ്. അതിൽ ഞാൻ കംഫർട്ടബിളാണ്. പിന്നെ വന്ന് നമ്മുടെ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുള്ള മൊബൈൽ ഹോൾഡറും ചെറിയ ടാങ്ക് ബാഗും, മാഗ്നറ്റിക് ടാങ്ക് ബാഗാണ്. ചെറിയ പൈസയുള്ളൂ, 800 രൂപയാണ് വന്നിട്ടുള്ളൂ. ഞാൻ നോക്കിയതൊക്കെ റെനോക്സിൻ്റെ ഒക്കെ ആണെങ്കിൽ 3500-4000 രൂപയൊക്കെ വരുന്നുണ്ട്. അതല്ലേ കുറച്ചും കൂടെ കുറഞ്ഞതാണെങ്കിലും ഒരു 2500 റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് എനിക്ക് അധികം പൈസയൊന്നും കാണിച്ചില്ല. അപ്പോൾ അതേതിലും വന്നിട്ടുണ്ട്. അടുത്ത റൈഡിൽ അതും ഉണ്ടാവും. അത് വെക്കുമ്പോൾ നമുക്ക് ഈ ക്യാമറയും അതിൻ്റെ ആക്സസറീസും നമുക്കതിനകത്തോട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അല്ലെ എപ്പോഴും ഷോൾഡർ ബാഗ് എടുത്ത് അതിനകത്ത് ഊരി വെക്കണം, അതൊരു ബുദ്ധിമുട്ടാണ്. ഇതാണെങ്കിൽ ടാങ്കിൽ അവിടെ ഇരുന്നോളൂല്ലോ, നമുക്ക് പോകുമ്പോൾ ക്യാരി ചെയ്യാനും പറ്റുന്നതായതുകൊണ്ട് ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ ഈ മൊബൈൽ പൗച്ച് ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇതിൽ ആംഗിൾ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാണണമെങ്കിൽ അതിനകത്ത് വെക്കണം, അല്ലേ നമ്മൾ ഓരോ തവണയും പോക്കറ്റിൽ നിന്ന് എടുത്ത് നോക്കണ്ടേ. ഇതിപ്പോൾ ഞാൻ ആംഗിൾ സെറ്റിങ് നോക്കാതെ കൊണ്ടാണ് വൺ സൈഡ് ഹാൻഡിൽ ചെരിഞ്ഞിരിക്കുന്നത്. അത് ഹെൽമെറ്റിൽ ക്യാമറ വെക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ആംഗിളായിരിക്കും, നല്ല വ്യൂ കറക്റ്റ് ആയിരിക്കും. ചെസ്റ്റ് മൗണ്ടിൽ വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു വശത്തോട്ട്, കാരണം ആ ബെൽറ്റിൻ്റെയാണ്, അത് ഏതെങ്കിലും ഒരു വശത്തോട്ട് ചെരിഞ്ഞാണ് ഇരിക്കുക. അത് കൂടുതലും എപ്പോഴും കാണുന്നത് ചെരിഞ്ഞിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് താന്നിട്ടിരിക്കുന്ന പോലെയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ആ ബെൽറ്റിൻ്റെ കുഴപ്പമായിരിക്കാം, അതിൻ്റെ അങ്ങനെയായിരിക്കാം, അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ആയിരിക്കാം. അപ്പം ഇവിടെ ഏതായാലും ഹെൽമെറ്റിൽ ക്യാമറ വെച്ചിട്ട് നമുക്ക് ഓടിക്കാനുള്ള നിയമമില്ല. പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസൊക്കെ കട്ട് ചെയ്ത് കളയും. അതുകൊണ്ട് ഹെൽമെറ്റിൽ വെക്കാറില്ല, ഹെൽമെറ്റിൽ വെക്കുന്ന സാധനമില്ല. ഇനി കേരളത്തിന് പുറത്ത് പോയാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം നിലവിൽ അത് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനതിൻ്റെ സ്ട്രാപ്പ് കാര്യങ്ങളൊന്നും ഇപ്പം മേടിച്ചിട്ടില്ല. ഇനി കേരളത്തിന് പുറത്തൊരു റൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോഴും വേറൊരു പ്രശ്നമുണ്ട്, ചില ഹെൽമെറ്റിൻ്റെ ഫേസ് അതുപോലെ സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മൾ ഈ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്ന സാധനം കുറച്ച് ഷാർപ്പായിട്ടുള്ള ഹെൽമെറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റും, അതിനും ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. ചെസ്റ്റ് മൗണ്ട് ആണെങ്കിൽ നമുക്ക് ആ സ്കൈ വ്യൂ നന്നായിട്ട് കിട്ടും. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടും. പക്ഷേ നമ്മുടെ ആ കൈയുടെ പൊസിഷനും ഒന്നും ഒരു സുഖമായിട്ട് കാണില്ല, ഹെൽമെറ്റിലിരിക്കുന്ന ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് പിന്നെ ക്രോപ്പ് ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ തെരുവ് പട്ടികളുടെ കേന്ദ്രം എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം വരുമ്പോൾ ഏറ്റവും ശല്യമായിട്ട് കാണുന്ന ഈ ഒരു സ്ഥലമാണ്. ഇത് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പം റോഡ് രണ്ടായി തിരിയുന്നുണ്ട്. എനിക്ക് ഇറങ്ങിയിട്ടാണ് പോകേണ്ടത്.
ആ ഏരിയയിലാണ്. തിരിച്ചു വരുമ്പോഴാണ് നല്ല കയറ്റം കയറി വരുമ്പോഴായിരിക്കും ഇതുങ്ങളെല്ലാം കൂടെ റോട്ടിൽ കിടന്നിട്ടുണ്ടാകും. 5-6 എണ്ണമൊക്കെ ഒന്നിച്ചായിരിക്കും കിടക്കുന്നത്. ചിലതൊക്കെ ഹോണടിച്ചാൽ മാറിപ്പോവും, ചിലത് പോവില്ല. അപ്പം ഞാൻ ചില സമയങ്ങളിൽ മുന്നിൽ ഏതെങ്കിലും വലിയ വണ്ടി പോകുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കും, അതിൻ്റെ പുറകിൽ പോകും. കാരണം വലിയ വണ്ടി വരുമ്പം ഇത് നിൽക്കില്ല. തനിയെ ബൈക്കിലൊക്കെ പോകുമ്പോഴാണ് ഇവർ അറ്റാക്ക് ചെയ്യുക. ഇവിടുന്ന് റോഡ് രണ്ടായിട്ട് തിരിയും. അതിൽ നേരെ പോകുന്നത് തളിപ്പറമ്പ് കണ്ണൂർക്ക് പോവാം. റൈറ്റ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആലക്കോട് ചെറുപുഴയൊക്കെ പോയി അവിടുന്ന് വേണേൽ കാഞ്ഞങ്ങാട് പോവാം. കാഞ്ഞങ്ങാട് പാണത്തൂർ തലക്കാവേരി കർണാടകത്തിലോട്ട് പോവാം. ഇല്ലേ ആ റൂട്ടിൽ തന്നെ മംഗലാപുരം പോവാം. അപ്പം മംഗലാപുരം പോകാൻ മറ്റേ റൂട്ടിൽ പോയാലും കണ്ണൂർ റൂട്ട് പോയാലും അവിടുന്ന് പയ്യന്നൂർ നാഷണൽ ഹൈവേ വഴിയായിട്ട് തന്നെ അതിലേയും നമുക്ക് പോകാൻ പറ്റും. അപ്പം ഞാൻ ഏതായാലും റൈറ്റ് എടുത്തു. റൈറ്റ് എടുത്ത് ചെറുപുഴ നമ്മുടെ പാണത്തൂർ റൂട്ടിലോട്ട് കയറി. ശരിക്കും ഇത് പാണത്തൂർ ചെറുപുഴ മലയോര ഹൈവേ ആണ്. അപ്പം ആ റൂട്ടിലോട്ട് കയറി. ഇനി ഞാൻ പറഞ്ഞ വലിയ ഇറക്കമാണ്. വലിയ ഇറക്കം ഇറങ്ങി കുറച്ച് അങ്ങെത്തുമ്പോൾ ഒരു കടയുണ്ട്, ഒരു തട്ടുകടയുണ്ട്, ഒരു അമ്മാസ് കിച്ചനുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കാറുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ് കഴിക്കുന്നത്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അത് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചിട്ട് ഞാൻ ഈ യാത്രയുടെ വീഡിയോ പകർത്തൽ അവസാനിപ്പിക്കും. ഞാൻ തിരിച്ചു പോവാണ്, കാരണം ഇപ്പോൾ കുറച്ച് സമയമായി. ഞാൻ 1 മണിക്കൂർ പ്ലാൻ ചെയ്ത് ഇറങ്ങിയാണ്. പക്ഷേ ഞാനിപ്പം 2.5 മണിക്കൂറിന് മേലെ എടുത്തു. അപ്പോൾ 9 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തണം. ഇപ്പോൾ 9 മണിക്ക് എത്തില്ല, എന്തായാലും 10 മണിയാകുമ്പോൾ എത്തും. അതുകൊണ്ട് തന്നെ ഞാനിപ്പം യാത്രയുടെ ഈ സീരീസ് അവസാനിപ്പിക്കുകയാണ്. അടുത്തത് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു നൈറ്റ് ഡ്രൈവ് തന്നെയാണ്, 1 മണിക്കൂർ നൈറ്റ് ഡ്രൈവ്. പിന്നെ കണ്ണൂരിൽ തന്നെ മറ്റൊരു സ്ഥലമുണ്ട് മാടായിപ്പാറ, അവിടുന്ന് ഏഴിമല പോകുന്ന റൂട്ടുണ്ട്, രാമന്തളി റൂട്ടുണ്ട്. പിന്നെ ഇടയിലക്കാട് കാസർഗോഡ് ജില്ലയിലാണ് തൃക്കരിപ്പൂർ. ഈ 3 സ്ഥലങ്ങളെയും ക്ലബ് ചെയ്തിട്ടാണ് അടുത്തൊരു റൈഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഒരു സൺഡേ തന്നെയാണ് എനിക്ക് പറ്റുകയുള്ളൂ. ഇനി ഫ്രീ ആയി കിട്ടുന്നൊരു സൺഡേ ഈ മാസം തന്നെ ചെയ്യണമെന്നുണ്ട്. ഇത് സെപ്റ്റംബറാണ്. സെപ്റ്റംബറിൽ തന്നെ മന്ത് എന്തെങ്കിലും ആകുമ്പം ചെയ്യണമെന്നുണ്ട്. അപ്പം അത് ചെയ്യും. അത് കാണുന്നത് വരെയും അത് വരുന്ന വരെയും എൻ്റെ എല്ലാ വീഡിയോയൊക്കെ തന്നെയും പിന്നെയും തന്നെയൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിലാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരാളോടെങ്കിലും പറയുക, അപ്പം ഒരാളെങ്കിലും കൂട്ടുക, സബ്സ്ക്രൈബർ ആക്കുക. അവരോട് പറയുക ഇടയ്ക്ക് കാണണം, കുറച്ചെങ്കിലും കാണണം. ഫുള്ളൊന്നും കണ്ടിട്ടില്ലെങ്കിലും 20 മിനിറ്റുള്ള വീഡിയോയിൽ ഒരു 5 മിനിറ്റെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമാണല്ലോ. അപ്പം ഞാൻ നമ്മുടെ തട്ടുകട എത്തി, ഇങ്ങോട്ട് കയറുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ യാത്ര അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഞാനിത് ആദ്യം നിർത്തിയ ഒരു സ്ഥലത്ത് എടുത്തതാണ്. അത് ആഡ് ചെയ്യാൻ വിട്ടുപോയിരുന്നു ആക്ച്വലി ഫസ്റ്റ്. അതുകൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇനി എഡിറ്റ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് വയ്യ. അപ്പോൾ തൽക്കാലം ഉള്ളതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും എന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വീണ്ടും ഒന്നിൽ തുടങ്ങണം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് തീരാനായി. അപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. ഈ പോർഷൻ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എൻഡിൽ തന്നെ ആഡ് ചെയ്യാണ്. അപ്പം ഇനി എന്താ പറയാനുള്ളത്, ഞാൻ വോയിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ദൂരെ നിന്ന് ഇവിടുന്ന് കുറുക്കന്മാർ കൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പുറത്തിരുന്ന് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അകത്തോട്ട് കയറി പോട്ടെ. പുതിയ വീഡിയോ വരുന്നവരെയും ഒരാഴ്ചക്കുള്ളിൽ ഇടാം അടുത്ത വീഡിയോ. അപ്പോൾ അതുവരെയും ഇടയ്ക്കൊക്കെ നേരത്തെ പറഞ്ഞ കാര്യമെന്നൊക്കെ തന്നെ പറയാനുള്ളൂ. വീണ്ടും കാണുക, വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആ ഹോട്ടലിൻ്റെ തട്ടുകടയുടെ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഉള്ളൊന്ന് കാണാം. അതുകൊണ്ട് കൊന്നക്കാട് ബസ് പോകുന്നുണ്ട്, ഇരിട്ടി കൊന്നക്കാട് IPC. ഒരു ചായയും കുടിച്ചു, നമ്മുടെ ഇടിയപ്പവും തിന്നു.
നല്ല ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു, അതും കഴിച്ചു. ഇപ്പം എന്താ എൻ്റെ മുഖവും ഒന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ വീഡിയോസിലൊന്നും എൻ്റെ മുഖങ്ങൾ അങ്ങനെ കാണിക്കാറില്ല. റൈഡ് വീഡിയോയിൽ, എൻ്റെ വയലിൻ വീഡിയോയിൽ മുഴുവൻ എൻ്റെ മുഖങ്ങൾ മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങും എൻഡും പറയുന്നത് മാത്രമേ കാണിക്കുകയുള്ളൂ. അപ്പം വീണ്ടും കാണാം.